എന്നാ മോൻ അവിടെ ചെന്നാലുടൻ കത്തയക്കണം. എവളെ കൊണ്ട് ഞാൻ വായിച്ചു കേട്ടോളാം. ഇന്നാളത്തെ കൂട്ട് കടത്ത് കഴിക്കാൻ വേണ്ടി ഇവിടെ സുഖം അവിടെ സുഖമെന്നും പറഞ്ഞ് 2 വരി എഴുതരുത്. ശരി, ഞാൻ പൊന്നാക്കും. വിശദമായിട്ടെല്ലാം എഴുതണം. മുടക്ക് കിട്ടുമ്പോഴൊക്കെ വരികയും വേണം. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സംഭ്രമം പോലെ. ചേട്ടാ, ചേട്ടാ, എന്താന്ന് വെച്ചാ പറയണി. ഓ, അത്ര വലിയ മനെ പറയണ്ട. അത് ശരി. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ നിന്റെ ആവശ്യം നെറ്റിയിലൊട്ടിക്കുന്ന വലിയൊരു പൊട്ടായിരുന്നു. പിന്നെ അത് കൺമഷിയായി, ചാന്തായി, ഹെയർ ഓയിലായി, പൗഡറായി. അതേ സാരി വേണം. എന്റെ മോളെ, നിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളരാൻ പോലെ. അതെന്താ അവക്ക് വാങ്ങിച്ചു കൂടെ. ശരി. എന്റെ മുത്തശ്ശി അടുത്ത പ്രാവശ്യം ഞാൻ ജോലിക്ക് പോകുമ്പോ അവക്ക് പറ്റിയൊരു ചെറുക്കനെയും കൂടെ കൊണ്ടുവരണമെന്ന് പറയാൻ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ആ, അവിടെ വാ. ഇപ്പോഴാണോടാ വരുന്നേ? ഒരു ദിവസം നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവന്റെ ഒരു നാട്ടു വരണം. ചെറുക്കൻ അത്ര നേരമായി നോക്കി നിൽക്കുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വായനശാലയുടെ. കോളം ചെയ്യേണ്ട മീറ്റിംഗ് തുടങ്ങാൻ പറ്റുമോ? മെമ്പർമാർക്ക് ഉത്തരവാദിത്വം വന്നത് ഇത്രയും നേരം വൈകിയതും പോരാ. ഇനി അവന്റെ കഥാപ്രസംഗം കേട്ട് ഇനിയും വഹിക്കണോ? ഇന്ന് എഴുന്നള്ളിയല്ലോ കൃഷ്ണൻകുട്ടി. ഇനി അവനെ പറഞ്ഞു വിടാൻ നോക്ക്. അമ്മ പറഞ്ഞത് നേരാ. മോൻ നീ താമസിക്കണ്ട, ചെല്ലേ. ചെന്നിട്ട് എഴുതാൻ കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയും കണ്ടുമൊക്കെ പോണേ മോനെ.